ഒരു ചോദ്യമുള്ളൂ. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉന്നയിച്ചു, മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന വി.ഡി. സതീശന്റെ പ്രസ്താവന ശരിയാണ് എന്ന് പറയാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു നേതാവ് തയ്യാറാകുന്നുണ്ടോ എന്നാണ് മലപ്പുറത്തെ മനുഷ്യർ ചോദിക്കുന്നത്. അത് വഴിയേ അറിഞ്ഞോളൂ. മലപ്പുറത്തെ മനുഷ്യർ എന്ത് ചോദിക്കുന്നു ഞങ്ങൾക്കറിയാം. CPM ചോദിക്കുന്നതിനെ കുറിച്ച് മാത്രം താങ്കൾ പറഞ്ഞാൽ മതി. മലപ്പുറത്തെ മനുഷ്യരുടെ മൊത്തം ഉത്തരവാദിത്വം അട്ടപ്പേർ അവകാശമൊന്നും CPM-ന്റെ പ്രതിനിധി ഏറ്റെടുക്കേണ്ടതില്ല. ശരി, അപ്പൊ അതാണ് എന്നാൽ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നു, മലപ്പുറത്തെ മനുഷ്യരെ വിട്ടേര്. വി.ഡി. സതീശൻ ആ പ്രസ്താവനയ്ക്ക് ആധാരമായ എന്ത് തെളിവാണ് നിലമ്പൂരിലെ മനുഷ്യരുടെ മുന്നിൽ ഹാജരാക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രീയവാദം ഉപേക്ഷിച്ചു എന്ന് വി.ഡി. സതീശൻ നിലമ്പൂരിലാണ് പറഞ്ഞത്. എന്തു തെളിവ് എന്ന് പ്രതിപക്ഷ നേതാവിനെ 1000 തവണ വെല്ലുവിളിക്കുന്നു. ചുണയുണ്ടോ? കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്നു. അപ്പോ LDF-നെ പിന്തുണച്ചുകൊണ്ടിരുന്നപ്പോഴെല്ലാം അവർ മതരാഷ്ട്രവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് LDF-നെ പിന്തുണച്ചതെന്ന് CPM-ന്റെ പ്രതിനിധിയോട് സമ്മതിക്കുകയാണ് അല്ലേ? അതല്ലേ ശരി? ബഹുമാനപ്പെട്ട CPM-ന്റെ മെമ്പറോട് എനിക്ക് ചോദിക്കാനുള്ളത്, കേരളത്തില് ആരോഗ്യ മേഖല നമ്പർ 1 ആണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചികിത്സിക്കാൻ അമേരിക്കയിൽ പോണു? ഇവിടെ ചികിത്സിച്ചുകൂടെ? ചേട്ടാ, ഇവിടെ എന്താ സംഭവിക്കാൻ പോണം? എന്താ സംഭവിക്കാൻ പോണം? ഇവിടുത്തെ ആരോഗ്യ മേഖല 100% പരാജയം. അല്ല മത്സരം അതല്ല ഉദ്ദേശം. സർക്കാർ 2215 കോടി രൂപയുടെ വികസനം ഇവിടെ നടത്തിയെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്ക് മലയോര പാതയിലേക്ക് വരാം. ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ മലയോര പാതയിലേക്ക് വരും. അദ്ദേഹത്തിന്റെ ചോദ്യം സ്പെസിഫിക് ആണ്. ഏതാണ് പ്രശ്നം? അദ്ദേഹത്തിന്റെ ചോദ്യം സ്പെസിഫിക് ആണ്. ഈ ആരോഗ്യമേഖല ഇത്രയൊക്കെ മെച്ചപ്പെട്ടാൽ നമ്മുടെ മുഖ്യമന്ത്രി എന്തിനാണ് US-ലേക്ക് പോകുന്നത്? കൃത്യമായിട്ട് പറയാം. ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? കുഞ്ഞുങ്ങൾ പ്രസവത്തോടൊപ്പം മരിക്കാതിരിക്കുക, കേരളം നമ്പർ 1. ശരി. അമ്മമാർ പ്രസവത്തോടൊപ്പം മരിക്കാതിരിക്കുക, കേരളം നമ്പർ 1. 2016 മുമ്പ് അങ്ങനെ തന്നെയല്ലേ? ഈശ്വര, ഇനി എന്ത് ചെയ്യും? നമുക്ക് അടുത്ത റൗണ്ടിലാണെങ്കിൽ അതിന്റെ ഉത്തരം ഞാൻ ചോദിച്ചത് മറുപടി പറയണം. അല്ല, അദ്ദേഹം മറുപടി പറയണം. ഇതേ സമ്മതിക്കില്ല. സമ്മതിച്ചില്ലെങ്കിൽ താൻ ഇവിടുന്ന് പോവില്ല. സാർ ഒരു വഴിപോക്കാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ താല്പര്യമില്ലാത്ത കാര്യം ഉത്തരമില്ല. അങ്ങനെ നമുക്ക് കോടിക്കണക്കിന് ജനങ്ങളുടെ കാശാ പോണ്. അതെ, ശരി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ?